പി.കെ. ശശിയുടെ വീട് നിൽക്കുന്ന ബൂത്തിൽ ബി.ജെ.പിക്ക് വോട്ട് കൂടിയത് പി.കെ. ശശി പരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ്. മലമ്പുഴയിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞത് പാർട്ടിയും പരിശോധിക്കണം. വോട്ട് കുറഞ്ഞ പ്രശ്നമുണ്ടെങ്കിൽ മുന്നണിയുടെ ഫോറത്തിലൂടെ പറയണം, അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല കോൺഗ്രസിനെതിരെ പറയേണ്ടത്. രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട പ്രവർത്തകരെ വില കുറച്ചു കാണുന്നത് പോലെയായെന്ന് കെ.എസ്. ജയഘോഷ്. പ്രിയങ്കരനായ ഒറ്റപ്പാലത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് പറയുവാനുള്ളത്, അതിനെക്കുറിച്ച് അദ്ദേഹം കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിലെ ബൂത്ത് കരിമ്പുഴ പഞ്ചായത്തിലെ 5, 6, 7, 8 ബൂത്തുകളാണ്. ആ ബൂത്തുകളിൽ കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിനേക്കാൾ ബി.ജെ.പിക്ക് കുറച്ച് വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, 2 സ്ഥാനാർത്ഥികൾക്കും അത്തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പറയുവാനുള്ള പാർട്ടി ഫോറം അല്ലെങ്കിൽ മുന്നണിയുടെ ഫോറം ഈ 2 കാൻഡിഡേറ്റിനും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു പറയേണ്ടത്, അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും ചെറുതായി കാണുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് വളരെ വേദനാജനകമാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനേക്കാൾ 7000 വോട്ടിൻ്റെ വർധനവാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി. സാജിദ്, പി.കെ. ശശിയുടെ തോൽവി, അതും ഇത്ര വലിയൊരു തോൽവി പാലക്കാട്ടെ യു.ഡി.എഫിനകത്ത് കാര്യമായ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ശശിയുടെ പ്രതികരണത്തിന് ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ മറുപടി വരുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ്സ്? സൈഫുദ്ദീൻ, സംസ്ഥാനത്താകെ വലിയ യു.ഡി.എഫ് തരംഗം ആഞ്ഞു വീശിയപ്പോഴും വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കേണ്ട അവസ്ഥയാണ് പി.കെ. ശശിക്ക് ഉണ്ടായത്. നമുക്കറിയാം, സംസ്ഥാനത്തെ മറ്റ് ഏതാണ്ടെല്ലാം CPM വിട്ട് വന്ന കുഞ്ഞികൃഷ്ണനാണെങ്കിലും ടി.കെ. ഗോവിന്ദനാണെങ്കിലും സുധാകരനാണെങ്കിലും വിജയിക്കുകയും ഐഷ പോറ്റിയും പി.വി. അൻവറും മികച്ച പ്രകടനം കാഴ്ചവെച്ച് നേരിയ വോട്ടിന് പരാജയപ്പെട്ടു. പക്ഷേ ഒറ്റപ്പാലത്ത് കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. യു.ഡി.എഫിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഏതാണ്ട് 12,000-ഓളം വോട്ടുകളുടെ കുറവുണ്ടായി. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് വലിയ തോതിൽ വോട്ട് ഉയർത്തുകയും ചെയ്തു. ഈ വിഷയങ്ങൾ യു.ഡി.എഫ് നേതൃത്വം പരിശോധിക്കണമെന്ന് പി.കെ. ശശി മീഡിയ വണ്ണിനോട് പറഞ്ഞിരുന്നു. ഇത് കൂടാതെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനൊരു മറുപടി എന്നോണമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ കെ.എസ്. ജയഘോഷ് ഇപ്പോഴൊരു വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്, അത് യു.ഡി.എഫിന്റെ ഫോറങ്ങളിലാണ് പറയേണ്ടത് എന്നാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ കരിമ്പുഴ പഞ്ചായത്തിൽ കുലിക്കിയാട് ഭാഗത്താണ് പി.കെ. ശശിയുടെ വീടുള്ളത്. അദ്ദേഹത്തിന്റെ വീടിനും പരിസരത്തുമുള്ള സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് വലിയ തോതിൽ വോട്ട് ഉയർന്നു. അത് പി.കെ. ശശി പരിശോധിക്കണം എന്നുകൂടിയാണ് പറയുന്നത്. എന്തായാലും പി.കെ. ശശിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ യു.ഡി.എഫിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കണം എന്നൊരു തീരുമാനത്തിലാണ് ഉള്ളത്. പക്ഷേ പി.കെ. ശശിക്ക് ഏതെങ്കിലും ബോർഡിന്റെയോ കോർപ്പറേഷന്റെയോ ചെയർമാൻ സ്ഥാനം നൽകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇപ്പോൾ പി.കെ. ശശി വന്നതിൽ വലിയ അമർഷം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കെ.എസ്. ജയഘോഷ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനിലൂടെ പുറത്തു വരുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.